എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഞാനൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ് തെറ്റിയാൽ മതി. വേണ്ട. കടലാസ് പോലും കത്തിക്കും ആദ്യം. മതിയാവും.
മുണ്ടകം കൊയ്ത്ത് കഴിഞ്ഞാലേ നെല്ലിനെ ഉണക്കിയിട്ട് കുമ്പത്തില് ഏകാശിക്ക് മാമ്പൂ കാട്ട മാവിന്റെ ഇല, നെല്ലിയുടെ ഇല, പിന്നെ മുളയുടെ ഇല ഇതൊക്കെ ഇടും. പിന്നെ അത്തി, ഇത്തി, അരയാല, പേരാല, ഇത് നാൽപ്പാമരം എന്നാ പറയാ. അതിന്റെ ഇല ഇതൊക്കെ കൂടി കെട്ടാക്കിയിട്ട് പത്തായത്തിലിടും. എന്തിനാ അറിയോ? കുറിഞ്ചാത്തനും പാറ്റിയും ഒന്നും വരാതിരിക്കാൻ. കിണ്ണപ്പം ഉണ്ടാക്കുക. കിണ്ണത്തില് ശർക്കര ഉരുക്കി, അരിപ്പൊടിയും ശർക്കരയും നാളികേരവും ജീരകവും പിന്നെ ഇഞ്ചിപ്പൊടി അല്ല, ഇഞ്ചിയല്ല, ചുക്കുപൊടി, അതൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് അത് ആവിയിൽ വെച്ച് വേവിക്കും. ഇതിൽ കല്ല നെല്ല വല്ലതും കാണാണ്ടോ? ഇതിന്റെ കല്ല് ഇടക്ക് ഓരോ കല്ലിട്ടല്ലേ. കിഴക്കോട്ട് തിരിച്ചിട്ടാണ് തീ കത്തിക്കാൻ പാടൂ. അരിയൊക്കെ വെന്തിട്ടുണ്ടാകും കുട്ടിയെ. നോക്കാം മാമ. മതി. കയ്യോട് തൊണ്ട, കയ്യോട് തൊണ്ട പൊള്ളു. അമ്മമ്മ അത് പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടാ. പാല് തിളച്ചു വന്നാല് വെന്ത പാലല്ലേ, അരിയിടാം. അമ്മമ്മ ഞാൻ അരി ഇടാട്ടോ. അരി ഇട്ടോളൂ. കേട്ടോ. അമ്മമ്മ ഇനി പഞ്ചസാര ഇടട്ടെ അമ്മമ്മ. പഞ്ചസാര. ഇന്ന് പാൽ പൈസ. കുറച്ചും കൂടി ഇട്ടോ. നോക്കുവോ, നല്ലോണം ഏലക്ക ഒന്ന് കുത്തി തരുമോ? ശരി, പൊടിച്ചേരാ. ചതയുണ്ടോ മാമ? കൊറേശ്ശെ അറിയുണ്ട്. തോലുണ്ടാ. അതെയോ മാമ? അത് ഇത്തും കോക്കോട്ടും പറഞ്ഞിട്ട്. അപ്പൊ വിഷു നമ്മള് നരകാസുരനെ കൊന്നത് ശരി, പക്ഷെ കൃഷി ഇറക്കണ ആഘോഷ. ഒരു ഞാറ്റുവേല പറഞ്ഞ 14 ദിവസം, അശ്വതി ഞാറ്റുവേല 14 ദിവസം, ഭരണി ഞാറ്റുവേലയും 14 ദിവസം. ഈ അശ്വതിയിലും ഭരണിയിലുമായിട്ട് പാടത്ത് വിത്തിറക്കും. പിന്നെ കാർത്തിക കാൽഭാഗമേ ഉള്ളൂ. കാർത്തിക രോഹിണിയും വിത്ത് മുളച്ചുണ്ടാവുമല്ലോ. മുളച്ചു കഴിഞ്ഞിട്ട് കാച്ചില്, അതായത് ചൂട് തട്ടണം, വിത്തിറക്കും. അപ്പൊ അതിന് സമയം നോക്കാണ്ട് ചാലിടുക പറയും. വരമ്പത്ത് പൂജ ചെയ്യണം, ഭൂമി പൂജ ചെയ്യണം. അപ്പൊ അതില് മലര്, നാളികേരം, പഴം, ശർക്കര ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് അരിമാവ് കൊണ്ട് വരമ്പത്ത് ഇങ്ങനെ അണിയും. കിണ്ടിയും വെള്ളവും വിളക്കും ഒക്കെ വേണം. ഭൂമിക്കല്ലേ പൂജ ചെയ്യണേ. അപ്പൊ വിത്തിറക്കല്ലേ. ഭൂമി പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൊണ്ടുപോയ
ഒരു പിടി വിത്ത് വാരിയിട്ട് കണ്ടത്തിലിടും. കണ്ടത്തിലിട്ടിട്ട് അതിനെ കൈകൊണ്ട് അല്ലെങ്കിൽ കൈക്കോട്ടോണ്ട് മൂടും. അല്ല പുറത്ത് ഇല്ല, മൂടണല്ലോ, വിത്ത് മൂടണ്ടേ, ഭൂമിയുടെ ഉള്ളിൽ പോണ്ടേ. അതെ. അങ്ങനെ മൂടി കഴിഞ്ഞാൽ ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ മുളച്ചു പോകും. ഉൽപ്പാദി തുടങ്ങുമ്പോ ഈ കാർത്തിക രോഹിണി 2 ഞാറ്റുവേലയില് നല്ല വെയിലാ. നല്ല വെയില് വെച്ചാ ഈ നെല്ലിങ്ങോട്ട് ചുങ്ങിയിട്ട് എങ്ങനെ ഉണ്ടാവും അറിയോ? പിന്നെ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോ മുളച്ചു തട്ടി അത് കാണുന്നേ വേണം. എന്താ രസം ആ നെല്ലിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ. തല ആട്ടിട്ട് നിക്കൂലേ? ആ കാറ്റത്തെ നെല്ലിങ്ങനെ തല ആട്ടിയിട്ട് ഇങ്ങനെ നിക്കും, കാണാൻ നല്ല ഭംഗിയാ. പച്ച നിറത്തില്. അച്ഛാ 2 ഞാറ്റുവേല വെള്ളമില്ലാതെ കിടക്കല്ലേ. കാർത്തിക ഞാറ്റുവേലയും രോഹിണി ഞാറ്റുവേലയിലും വെള്ളമില്ല, നല്ല ചൂട്. പിന്നെ വിഷു പറഞ്ഞാല് എന്താ ഉത്തരായന കാലാണേ. ഉത്തരായനം ശരിക്കും ഉത്തരായന കാലത്ത് നമ്മുടെ ഭാഗം നമ്മുടെ രാജ്യം ഈ സൂര്യന്റെ പ്രകാശത്തിന് നേർക്ക് ഉത്തരായനകാലം മരിക്കാൻ ഏറ്റവും മകരപ്പത്തിന് മരിക്കുക, മേടപ്പത്തിന് ജനിക്കുക, അങ്ങനെയാണ്. മകരം 10-ാം തീയതിക്കുള്ളിൽ മരിക്കുക. അത് നല്ല ഉത്തരായനം തുടങ്ങുന്ന സമയം. മകരസംക്രമം ശബരിമലയിലൊക്കെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സമയാ. അപ്പൊ സൂര്യപ്രകാശം കിട്ടുകൊണ്ട് ചൂട് കൂടുതലാ. ഈ ചൂടിനെ നമ്മുടെ ശരീരം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഷുവിന് കഞ്ഞിയാ, കഞ്ഞി കുടിച്ച് ശീലിക്കുക. മനസ്സിലായോ? തേങ്ങ ചിരകിയിട്ടിട്ട് കഞ്ഞി കുടിക്കും, വിഷുക്കഞ്ഞി കുടിക്കുക. ചക്ക അന്നുണ്ടാവുന്നത് ചക്കയും മാങ്ങയൊക്കെ. മാങ്ങോണ്ട് കാളം വെക്കുക, മാങ്ങാപ്പുളിശ്ശേരി, ചക്ക പുഴുക്ക് വെക്കുക, ഇതൊക്കെയാണ്. ചക്ക ചുള വറുക്കുക. അപ്പൊ ഈ ചൂടിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ ശരീരത്തിനെ തയ്യാറാക്കുക, അതാണ് അതിന്റെ കാര്യം. ഉള്ളിയല്ലേ അതെ, ഇരുന്നാ ശരിയാവും.